വെള്ളത്തിൽ പോകുന്ന പേടിയുണ്ട്. ഞങ്ങൾ വാഗമണിലേക്കുള്ള യാത്രയിലാണ്. വാഗമണില് 2 ദിവസം പൊളിക്കാന്ന് വിചാരിച്ചു. ഒരു കലക്കം വെള്ളച്ചാട്ടം വന്നിട്ടാ നോക്കിട്ട് പോവാം. ഗായ്സ് വെറുതെ പൊള്ളി വൈബട്ട സീൻ നോക്കി. വേറെ വെച്ചിറങ്ങി വേറെ പൊള്ളി വൈബ് നോക്കി. ഹൈ റേഞ്ച് കയറി നമ്മൾക്കും ഇതുപോലെ ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് വെള്ളച്ചാട്ടം കാണാൻ പറ്റണം. വ്യൂ സീൻ നോക്കി സൂപ്പർ വെച്ചിട്ടുണ്ടെങ്കിലേ വേറൊരു മൂടാ നോക്കിയേ. കുറച്ചു നേരം കണ്ടതിന് ശേഷം നമ്മൾ വേഗം പോയിട്ടാ. കാരണം ഉളുപ്പിണ്ണി ചെന്നിട്ട് വേണം അവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ ഓഫ് റോഡ് പോകാനട്ടാ. അപ്പോൾ വാഗമണ്ണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും 10 കിലോമീറ്റർ പിന്നെ യാത്രയുണ്ട്. അപ്പം നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉളുപ്പിണ്ണിയിലാണ്. നമ്മൾ അവിടെയാണ് ഈ പറഞ്ഞ റിസോർട്ട് എടുത്തേക്കണം. പൊളിക്കോടേണ്ട പൊളിക്കോട പൊളി വൈബ് അത് നോക്കി. വീടാണോ അല്ലെങ്കിൽ ഒരു എസ്റ്റേറ്റ് ആണോ അറിയില്ല. ഭയങ്കര ആംബിയൻസ് ഉണ്ടാ നോക്കിയ വൈബ്. ഉളുപ്പുണിയിലാണ് റിസോർട്ട് കാര്യങ്ങളൊക്കെ എടുത്തേക്കണം. അപ്പൊ അത് ഒരു 10-12 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ അതിന് മുമ്പ് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനിൽ നിർത്തേണ്ട. എന്തായാലും ഭയങ്കര ഒരു ആംബിയൻസ് ആണ് ഇവിടെ നോക്കി. പിന്നെ KSRTC ഉള്ള റൂട്ടാണിത്. KSRTC ഇതിലിടക്ക് പോകുന്നുണ്ട്. അതൊരു ഭയങ്കര ഒരു സംഭവമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ വലിയ വണ്ടികളൊന്നും ഇല്ല, ബസ്സുകളൊന്നും പോകാത്ത റൂട്ടാന്ന് പറഞ്ഞിരിക്കുന്നതായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയാണ്. തൊടുപുഴ. നമ്മളപ്പോൾ ഉളുപ്പുണ്ണിന്ന് 6 കിലോമീറ്ററോളം നമ്മുടെ ഓഫ് റോഡ് പരിപാടി തുടങ്ങുവാണ്ട് ഇവിടെ നിന്ന്. അതിന് വേണ്ടിയിട്ടാണ് അവരുടെ ജീപ്പിൽ തന്നെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ. നമ്മുടെ റിസോർട്ടുകാർക്ക് തന്നെ ജീപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉളുപ്പുണ്ണി യാത്ര ഇവിടെ ഇനി ഒരു 6 കിലോമീറ്റർ ഇതേ രീതിയിലാണ് നമ്മൾ പോകാൻ പോണത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്, പേടിയുമുണ്ട്. നല്ലൊരു കളക്ഷൻ സ്പോട്ട് കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവരും ചാടി ഇറങ്ങിയാണ്ടോ. ഈ വണ്ടി കണ്ടത് വഴിയാണ് ഞങ്ങൾ കയറി വന്നേട്ടാ. അവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നേട്ടാ. ഇവിടെ നാട് പോകണം. അവിടെ നിന്ന് വണ്ടി എടുത്തപ്പോഴേ ഞാൻ നേരെ ജീപ്പിന്റെ ബാക്കിൽ കയറി ഞങ്ങൾ നിന്നിട്ടാ. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നട്ടാ. ഒരു രക്ഷയിലാണ് അവിടെ നിൽക്കണത്. പക്ഷെ ആ കാണുന്ന കാഴ്ചയില്ലേ വേറെ ലെവൽ. ജീപ്പിന്റെ ബാക്കിലാണ്ട് കാഴ്ച വെറുതെ വേറെ ജീപ്പിന്റെ ബാക്കിലുണ്ട്. പണ്ടാറോ സീനാണ്ടാ. ഒരു വിധത്തിലാണ് നിൽക്കണോടാ. നമ്മളിപ്പോൾ കാണുന്നത് ഈ റിസോർട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. ഇവർ തന്നെയാണ് ഈ പ്രോപ്പർട്ടിയും. അപ്പോൾ ഇതിന് തൊട്ടപ്പുറത്താണ് നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലം. കംപ്ലീറ്റ് കാടാണ്. കാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേയിലത്തോട്ടം. ഗൈസ് ഇതാണ് നാച്ചുറൽ പൂണ്ട് നമ്മുടെ. ഇതെങ്ങനെയുണ്ട് ഈ ഒരു വൈബ്? പൊളിയല്ലേ? ഞങ്ങളുടെ അഖിൽ വിൻസെന്റ് നമ്മുടെ മെയിൻ ചങ്ക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പനപ്പന്മാരുടെ ബന്ധു സഹോദരനാണ്. അത്രേ ഉള്ളു. അപ്പൊ ഞങ്ങൾ ഇന്ന് ഈ ഒരു നാച്ചുറൽ വൈബ് പിടിച്ച് ഇതേ വാഗമണില് നമ്മുടെ ഫ്രണ്ട്സായിട്ട് പൊളിയാണ്ട. അത്രേ ഉള്ളു. നമുക്കേ ഒരു നമ്മുടെ അടുത്തൊരു റൂം ടൂർ ആണ് ഗൈസ്. റൂം എന്റെ മോനെ ഇതാണ്ട റൂം. ഇത് കിടക്കി നല്ല സൂപ്പറാണ്. വാർഡ്രോബൊക്കെ ആയിട്ട് അവിടെ പോലും നമ്മൾ ബാത്റൂം എങ്ങനെ ഉണ്ടാവും. ഇതേപോലെ അപ്പാർട്ട്മെന്റ് 2 ഇതായിട്ടുണ്ടാവും. വാവ്. ഒരു ഓപ്പൺ കിച്ചൺ എന്ന് പറയുമ്പോൾ ചെറിയ ഏരിയ. ഇനി നമുക്ക് മുകളിലേക്ക് പടവുകൾ കയറാം ഗൈസ്. പടവുകൾ കയറി വാവ്. ഇവിടെ വലിയ സെറ്റപ്പ് ഉണ്ടെങ്കിലും ഒരു ഏരിയ വ്യൂ ആണ്. വേണമെങ്കിൽ ഇവിടെ ഒരാൾക്കും പറ്റുന്നുണ്ട്. അഡീഷണൽ ഇവിടെ കിടന്ന് തുടങ്ങാം. കൊള്ളാല്ലേ? അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു ഹിഡൻ സ്പോട്ട് അല്ലെങ്കിൽ ഒരു കാടിൻ്റെ വൈബിൽ, കാടെന്ന് പറയാൻ പറ്റില്ല, ഇവിടെ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു വൈബിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൂപ്പിനൊപ്പം നല്ല അടിച്ചെടുക്കാൻ വിചാരിക്കുന്നു. കാണാം. നമ്മുടെ ഈ കാണുന്ന റിസോർട്ടിൻ്റെ ഈ അറ്റത്തായിട്ട് ഒരു ചെറിയൊരു പോണ്ടുണ്ട്. പിന്നെ ഒരു നാച്ചുറൽ വെള്ളച്ചാട്ടം എന്ന് പറയാം. നമുക്ക് നോക്കാം. എങ്ങനെ അടിപൊളിയായിരുന്നു കാണാനായിട്ട്. എങ്ങനെയുണ്ട് നോക്കാം, ഒന്ന് വിളിച്ച് നോക്കാം.
മോളിൽ നിന്ന് വന്ന വെള്ളം ദേ ഇതിലേക്ക് കൂടി അങ്ങോട്ട് ഒഴുകിപ്പോട്ടാ. അപ്പൊ എപ്പോഴും ഈ കാണുന്ന പോണ്ടില് നല്ല ഫ്രഷ് വെള്ളമായിക്കോട്ടാ. ഞാനിപ്പോ കാലേറ്റം പൊക്കിയാണ് നിൽക്കണ. ഇവിടെ നിന്ന് ഇത്രയും വെള്ളമുണ്ട്. അടി കോൺക്രീറ്റ് ചെയ്തേക്കണം. ഇത്തിരി ചെളിയുണ്ട് കണ്ടാ. നമുക്ക് അങ്ങോട്ട് പോട്ടാ. അതൊക്കെ ഉണ്ട് ബാക്കിൽ. എനിക്ക് ക്യാമറ വെള്ളത്തിൽ പോകുന്ന പേടിയുണ്ട്. ഇവിടെ പ്രതീക്ഷിക്കാനാണ്ട കാലാവസ്ഥ മാറണ. പെട്ടെന്ന് വെയിൽ വരും, അതുപോലെ തന്നെ കോട വരും, മഴ വരും. എന്തായാലും വെറുതെ അടിപൊളിയായിരുന്നു. നല്ലൊരു തണുപ്പായിരുന്നു. പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പോണ്ടിൽ ഇതുപോലത്തെ നാച്ചുറൽ വെള്ളച്ചാട്ടത്തിലും കിടക്കുന്നുണ്ട്. എന്തായാലും നല്ല അടിച്ചു പൊളിച്ചു. ഗൈസ്, ഇനി പെട്ടെന്നൊരു ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു കാലാവസ്ഥയിൽ നിന്ന് നേരെ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴുള്ള അവസ്ഥ നോക്കിക്കോട്ടെ നിങ്ങൾ. ഇതാണ്ടോ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം കേട്ടോ. ഒരു മണിക്കൂർ 2 മണിക്കൂർ ഇടയിൽ വരുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ പരിപാടികളൊക്കെ പയ്യൊതുക്കിയിട്ട് ഞങ്ങൾ കുക്കിങ്ങിലേക്ക് കടന്നിട്ടാണ്. ഒരു ഗ്രൂപ്പായിട്ടുള്ള കുക്കിങ് ഏത് ട്രിപ്പിൻ്റെ ഒരു വൈബ് ആയിക്കോട്ടെ. നമ്മളെ സെയിം പരിപാടി തന്നെയാണ് ഇവിടെ ആവിഷ്കരിച്ചത്. ലാസ്റ്റ് ഫൈനൽ കലാശക്കൊട്ടെന്നുള്ള രീതിയിൽ ഒരു ഗ്രില്ല് ഓടിച്ച് പിന്നെ ഞങ്ങളുടെ ഒരു ഗാനമേള വെച്ചൊരു വൈബ് പിടിച്ചിട്ടാ. അടുത്തെങ്കിലും ഒരാളില്ലാത്തതുകൊണ്ടും വേറൊരു സീൻ ഉണ്ടായില്ല. നല്ല അലർച്ചയിൽ അങ്ങോട്ട് പാടുകേട്ടാ. സുന്ദരിയേവാ വെണ്ണിലവേവാ എൻ ജീവതാളം നീ പ്രണയിനിയോ നീലരാവിലെ സ്നേഹവീതിയിൽ മമ തോഴിയായി വാ പ്രിയമയോ.